ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഒരു പ്രീമിയം ഗോൾഫ് കാർട്ടാണ്. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഓഫ് റോഡ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗോൾഫ് കാർട്ടാണിത്. ഗാരിയ എന്ന് പറഞ്ഞിട്ടുള്ള വാഹന നിർമ്മാതാക്കളാണ് ഈ വാഹനം നിർമ്മിക്കുന്നത്. ഡെൻമാർക്ക് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അവർക്ക് ഇതുകൂടാതെ തന്നെ വേറെയും പലതരത്തിലുള്ള പ്രീമിയം ഗോൾഫ് കാർട്ടുകളുണ്ട്. അതിലൊന്നാണിത്. വളരെ മികച്ച നിലവാരത്തിലുള്ള നിർമ്മാണ രീതിയാണ് ഈ വാഹനത്തിനുള്ളത്. അതായത് ഓരോ ബോഡി പാർട്ടും നമ്മൾ സാധാരണ കാണുന്ന ഗോൾഫ് കാർട്ടിനേക്കാളൊക്കെ എത്രയോ മികച്ച രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഈ കമ്പനി നിർവഹിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയറുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഓഫ് റോഡ് വാഹനത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ്. മാത്രമല്ല ഇത് അത്യാവശ്യം ചെറിയ രീതിയിൽ ഓഫ് റോഡുകളൊക്കെ ചെയ്യാം. അതുപോലെ മുൻവശത്തു നിന്നുള്ള കാഴ്ചയിലൊക്കെ വളരെ ക്വാളിറ്റി ഉള്ള രീതിയിലാണ് ഈ വാഹനം നിർമ്മിച്ചിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ഓവറോൾ ഒരു ലുക്ക് നമുക്ക് ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയാനും നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിലും കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ ചെറിയൊരു മൂൺ റൂഫുണ്ട്, അത് നമുക്ക് മുകളിലേക്ക് തുറന്നു വെക്കാം. അതുപോലെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് നമുക്ക് ചെറിയൊരു ഹാഷ് ബാഗ് കാറിൽ വരുന്ന പോലെ തന്നെയുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലൊക്കെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്, അതിമനോഹരമാണ്. പിന്നെ അതുപോലെ ഡാഷ്ബോർഡിലൊക്കെ അത്യാവശ്യം ചെറിയ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വാഹനം ഇലക്ട്രിക് വാഹനമാണ്. അതിൻ്റെ ചെറിയ കൺട്രോൾ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാഷ്ബോർഡിൽ രണ്ട് സൈഡിലായിട്ട് ചെറിയ സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള രണ്ട് സൈഡിൽ അതിന് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ടിഷ്യൂ ബോക്സ് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ വാഹനത്തിൻ്റെ മീറ്റർ കൺസോൾ ആ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലെതർ റാപ്ഡ് സീറ്റുകളാണ് ഈ വാഹനത്തിന് വരുന്നത്. നല്ല തൈ സപ്പോർട്ടൊക്കെ നല്ല സീറ്റുകളാണ്. അതാണ് ഈ വാഹനത്തെ ഞാൻ പ്രീമിയം എന്ന് വിളിക്കാൻ കാരണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോറിലൊക്കെ ഒരു ടെക്സ്റ്റേഡ് ഒരു ഫൈബർ ഫിനിഷുള്ള പാർട്ടാണ്. അതിൽ അലുമിനിയം ഒരു ലൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലും സീറ്റിൻ്റെ രണ്ട് സൈഡിലും രണ്ട് ഗ്രാബ് ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പുറകിലത്തെ ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ഫ്രണ്ടിലെ സീറ്റിൻ്റെ പുറകിലായിട്ട് വാട്ടർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ളതുണ്ട്. ഒരു മാഗസിൻ റാക്ക് ഉണ്ട്. പിന്നെ ഒരു ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഇത് ചെറിയ ഗോൾഫ് കാർട്ടാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറകിലെ സീറ്റിലെ ആളുകൾക്ക് കണ്ടില്ലേ, മിഡിലൊരു ചെറിയൊരു ഒരു ഒരു യൂസ് ബിൻ ബോക്സ് പോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ നിർമ്മാണ നിലവാരമാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ നോർമലായിട്ട് കണ്ടുവരുന്നത് ഗോൾഫ് കാർട്ട് എന്ന് പറഞ്ഞാൽ അത്ര വലിയ മികച്ച രീതിയിലൊന്നും ആയിരിക്കില്ല. പക്ഷേ ഈ വാഹനം നല്ല രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളതും. അതുപോലെ തന്നെ അത്യാവശ്യം വിലയും വാഹനത്തിന് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രൈസ് കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8.5 ലക്ഷം 8.5 to 9 ലക്ഷത്തിൻ്റെ അടുത്ത് ഈ വാഹനത്തിന് വില വരുന്നുണ്ട്. അതുപോലെ ഈ വാഹനത്തിൻ്റെ ടയർ സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ 12 ഇഞ്ച് അലോയ് വീലുകളാണ് ഈ വാഹനത്തിന് വരുന്നത്. അതുപോലെ തന്നെ പുറകിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വാഹനം 4+2 കാറ്റഗറിയിലാണ് വരുന്നത്. പിൻഭാഗവും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ ആളുകൾക്ക് ഒരു ഫൂട്ട് റെസ്റ്റ്, വളരെ വീതിയുള്ളൊരു ഫൂട്ട് റെസ്റ്റോ കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ ഭംഗിയുള്ള ടെയിൽ ലാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ ഭാഗത്തും നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി രണ്ട് സൈഡിലും ബ്ലാക്ക് നിറത്തിലുള്ളൊരു മെറ്റൽ ഗാർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് പുറകിൽ നിന്നുള്ള കാഴ്ചയിലും വാഹനം അതിമനോഹരമാണ് എന്ന് വേണം പറയാൻ. അതുപോലെ ഇതിൻ്റെ കളർ കോമ്പിനേഷനും വളരെ വാഹനത്തിൻ്റെ നല്ല ഭംഗിയിലാണ്. ബ്ലാക്ക്, വൈറ്റ്, അതുപോലെ സീറ്റിൻ്റെ ഈ ഒരു ബ്രൗണിഷ് നിറത്തിലുള്ള ലെതർ, ആ ഒരു കളർ കോമ്പിനേഷൻ കൂടി വരുമ്പോൾ വാഹനം നമുക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വശക്കാഴ്ചയിൽ ഈ വാഹനം അതിമനോഹരമാണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ
റൂഫ് ടോപ്പ്, അതായത് വശങ്ങളിൽ നിന്ന് 2 ഉരുണ്ട പൈപ്പുകളിലാണ് അത് പോയിട്ടുള്ളത്. അതിലാണ് ഒരു ചെറിയൊരു ആർക്ക് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ റൂഫ് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊക്കെ വാഹനത്തിൻ്റെ വശക്കാഴ്ചയിലും അതുപോലെ തന്നെ മുന്നിൽ നിന്നുള്ള കാഴ്ചയിലും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയൊക്കെ സമ്മാനിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പഴയ കാറുകളിലൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു സൈഡ് വ്യൂ മിറേഴ്സൊക്കെയാണ് വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ നമുക്ക് ഈ വാഹനം കാണുമ്പോൾ അതിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നും. പിന്നെ ഈ വാഹനം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഇലക്ട്രിക് വാഹനമാണ്. അത്യാവശ്യം പവർ ഈ വാഹനത്തിനുണ്ട്. ചെറിയ രീതിയിലുള്ള ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ വാഹനമാണ്. ഈ വാഹനം ഞാൻ കണ്ടത് അബുദാബിയിലെ യാസ് ഐലൻഡിലാണ്. ഫോർമുല 1ൻ്റെ ഭാഗമായിട്ട് അവിടെ പോയപ്പോഴാണ് ഈ വാഹനം കാണുന്നത്. അതുപോലെ കണ്ടില്ല, ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് അതുപോലെ ഇൻഡിക്കേറ്ററൊക്കെ ആ ഒരു ഭാഗമൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. നമുക്ക് ഒരു LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. നമുക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ വാഹനത്തെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഷേപ്പാണ്, നമ്മൾ സാധാരണ കാണുന്ന ഒരു ഗോൾഫ് കാർട്ട് പോലെയല്ല. അതുപോലെ മറ്റൊരു കാര്യം, വാഹനത്തിൻ്റെ ഏറ്റവും പുറകിലും അവിടെ ആളുകൾക്ക് പിടിക്കാനും പിന്നെ ഗോൾഫ് കാർട്ടെന്ന് പ്രത്യേകം പറഞ്ഞില്ല, അതുകൊണ്ട് അവർ ആ ഗോൾഫിൻ്റെ ആ സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഇതാണ് ആ കാണുന്നത്. അതും വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗോൾഫ് കാർട്ടെന്ന് പേരാണെങ്കിലും ഇത് പല പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഇതുപോലെ ക്ലബ്ബുകളിൽ, ഫാമുകളിൽ, പിന്നെ ഇതുപോലെ പല പല സ്റ്റേഡിയങ്ങളിൽ, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇവിടെ പല പർപ്പസിനും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പല പല സ്ഥാപനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ മുൻവശത്ത് ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അത് ഇൻബിൽട്ടായിട്ട് തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ വശങ്ങളിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് 2 ഫൈബർ ഫിനിഷിൽ 2 മഡ് ഗാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വാഹനത്തിന് ഒരു പ്രത്യേക ഭംഗി സമ്മാനിക്കുന്നുണ്ട്.